അപ്പോൾ ഇനി അടുത്ത ശ്ലോകം 204 തൊട്ട് 207 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ശീതകഷായങ്ങളാണ്. ആ ശീതകഷായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വത്സകാരഗ്വതൗ പാഠാം ഷഡ്ഗ്രന്ഥാം കടുകുരോഹിണീം മൂർവ സാദിവിഷാം നിംബം പടോലം ധന്വയാസകം വജാമുസ്തമുഷീരം ച മധുകം ത്രിഫലാംബലാം പാക്യം ശീതകഷായം വ പിബേജ്വരഹരം നര മധൂകമുസ്തമൃദ്വീക കാശ്മര്യാണി പരൂഷകം ത്രായമാണാമുഷീരം ച ത്രിഫലാം കടുരോഹിണീം പീത്വാ നിശിസ്ഥിതം ജന്തുർജ്വര ശീഘ്രം വിമുച്യതേ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് യോഗങ്ങളിൽ നിന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. വത്സക ആരഗ്ധൗ പാടാം ഷഡ്ഗ്രന്ഥാം കടുകുരോഹിണീം. അപ്പോൾ കുടകപ്പാലേരി, കണിക്കുന്നവേര്, പാടക്കിഴങ്ങ്, ഉങ്ങിന്തൊലി, കടുകുരോഹിണി. മുർവാം സാദിവിഷാം നിംബം പടോലം ധന്വയാസകം. പെരുങ്കുരുമ്പ, അതിവിടയം, വേപ്പിന്തൊലി, കൈപ്പമ്പടവലവള്ളി, കൊടുത്തുവവേര്. അടുത്തത് വജാം മുസ്തമുഷീരം ച മധുകം ത്രിഫലാംബലം. വയമ്പ്, മുത്തങ്ങ, രാമച്ചം, കടുക്ക, നെല്ലിക്ക, താനിക്ക, ത്രിഫല, ഇരട്ടി മധുരം, അതുപോലെ തന്നെ കുറുന്തോട്ടി വേര്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ കഷായം വയ്ക്കാം, അല്ലെങ്കിൽ ശീതകഷായമോ ഉണ്ടാക്കി കുടിക്കുന്നത് ജ്വരഹരാണ്, നല്ല അത്യന്തം ജ്വരഹരാണ്. അപ്പോൾ പാക്യം ശീതകഷായം, ഒന്നെങ്കിൽ കഷായം വെച്ചിട്ടോ അല്ലെങ്കിൽ ശീതകഷായം വെച്ചിട്ടോ കുടിക്കുന്നത് നല്ലതാണ്. പിബേ ജ്വരഹരം നര. അപ്പോൾ ഇനി അടുത്ത യോഗം എന്താ വെച്ച് നമുക്ക് നോക്കുക. മധൂക മുസ്ത മൃദ്വീക കാശ്മര്യാണി പരൂഷകം. ഏതൊക്കെയാ? അപ്പോൾ മധൂകം വെച്ചാൽ തുടങ്ങി. അപ്പോൾ ഇലിപ്പക്കാതൽ എന്നൊക്കെ പറയും. മുത്തങ്ങക്കിഴങ്ങ്, മുന്തിരിങ്ങ, കുമിഴുംവേര്, ചിറ്റീന്തൽ ആണ് പരൂഷകം. ചിറ്റീന്തലാണ് പരൂഷകം. പിന്നെ നോക്കൂ, ത്രായമാണാമുഷീരം ച ത്രിഫലാം കടുരോഹിണീം. ഇപ്പോൾ ത്രായമാണെന്ന് പറയുമ്പോൾ ബ്രഹ്മി, രാമച്ചം, ത്രിഫല, കടുകുരോഹിണി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കഷായം വയ്ക്കാനാണ് പറയണത്. നോക്കൂ, പീത്വാ നിശിസ്ഥിതം ജന്തുർജ്വര ശീഘ്രം വിമുച്യതേ. അപ്പോൾ ശീതകഷായമായിട്ടാണ് കുടിക്കാൻ പറയണേ. ഇതുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള